നമഃശിവായ. ദേവദാരുവിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടിലെ പൂജാമുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും പൂജാമുറിയിൽ വിഗ്രഹങ്ങൾ വയ്ക്കാമോ എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നത്. അപ്പോൾ പഴയകാല വീടുകളിൽ അല്ലെ തറവാടുകളിലൊക്കെ, പണ്ടൊക്കെ തറവാടുകളെന്നാണല്ലോ പറഞ്ഞിരുന്നത്, അപ്പോൾ പഴയകാല തറവാടുകളിലൊക്കെ നമ്മൾ ഈശ്വര ആരാധനയ്ക്കായിട്ട് വളരെയധികം വിപുലമായ കുറേ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ വീടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള പൂജകളുമൊക്കെ ഉണ്ടായിരിക്കും. 2ഉം 3ഉം തലമുറയ്ക്ക് മുൻപ് വരെയുള്ള കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അതിലൊക്കെ മുടക്കം വന്നിരിക്കുന്നു. ഈ സമ്പ്രദായം എല്ലാം വളരെ ചുരുങ്ങി ഇന്ന് സന്ധ്യാവേളകളിൽ വിളക്ക് കൊളുത്തുന്ന ഏർപ്പാടായിട്ട് മാറി. അപ്പോൾ ക്ഷേത്ര ദർശനവും ക്ഷേത്ര ആചാരങ്ങളും ഒക്കെ വളരെ ചുരുങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി കണ്ടുവരുന്ന അമംഗളകരമായ കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതിന് പ്രതിവിധി തുടങ്ങേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നും തന്നെയാണ്. അതിനായിട്ട് നമ്മൾ എല്ലാ ഭവനങ്ങളിലും ഒരു പൂജാമുറി ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. വീട്ടിലെ പൂജാമുറിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പൂജാമുറി എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ കഴിയുന്ന സ്ഥലങ്ങളിൽ വേണം ഈ പൂജാമുറി കെട്ടി ആരാധന നടത്താനായിട്ട്. എല്ലാ ദിവസവും പൂജാമുറിയിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് വായു ശുദ്ധീകരിക്കാനും ദൈവിക അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കും. ഇപ്പോൾ വരുന്ന എണ്ണകളൊക്കെ വളരെ മായം ചേർന്ന എണ്ണയാണ് ഇപ്പോൾ വിളക്കിലൊക്കെ ഒഴിക്കുന്നതും പൂജയ്ക്കെടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഏറ്റവും നല്ലത് നെയ്യ് ഉപയോഗിക്കുന്നതായിരിക്കും. പൂജാ പുഷ്പങ്ങളിൽ ഈ നെയ്യ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നെയ്യ്ക്ക് വായു ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പൂജാ പുഷ്പങ്ങളിൽ ധാരാളമായിട്ടും ഏറ്റവും നല്ലത് തുളസി ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പൂജാമുറി സ്ഥാപിക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം സംശയങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ട്. പൂജാമുറിയിൽ വിഗ്രഹങ്ങൾ വയ്ക്കുന്നതും ദോഷമാണെന്നും കരുതുന്നതും ഇപ്പോഴും ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. പൂജയും താന്ത്രികവും പഠിക്കാത്ത സാധാരണക്കാർക്ക് പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും വിശേഷ ദിവസങ്ങളിൽ മാലകൾ ചാർത്തുകയും ഒക്കെ ചെയ്യാം. എന്നാൽ തന്ത്രശാസ്ത്രപ്രകാരം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് മാത്രം. അഷ്ടമംഗല്യവും രാമായണവും ഭാഗവതവും ദേവീ മഹാത്മ്യവും തുടങ്ങിയ പാരായണ ഗ്രന്ഥങ്ങൾ പൂജാമുറിയിൽ നമുക്ക് വയ്ക്കാം. സ്നാനശേഷം അണിയാനുള്ള ചന്ദനം, കുങ്കുമം, ഭസ്മം, മഞ്ഞൾ ഇവ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു തട്ടത്തിൽ പൂജാമുറിയിൽ ഒരു സൈഡിലായിട്ട് നമുക്ക് വയ്ക്കാം. അതുപോലെ പുല, വാലായ്മ, ആർത്തവം എന്നീ അശുദ്ധിയുള്ള സമയങ്ങളിൽ പൂജാമുറിയിൽ പ്രവേശിക്കരുത് എന്നാണ് പറയുന്നത്. അതുപോലെ ഗൃഹപൂജാവിധികളെപ്പറ്റി ഗൃഹനാഥനും വീട്ടുകാർക്കുമൊക്കെ അത്യാവശ്യമായ അറിവുകളൊക്കെ ഉണ്ടായിരിക്കണം. ഗാർഹിക ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ദോഷപരിഹാരത്തിനും രോഗശമനത്തിനും ഗൃഹം, സ്ഥാനം, പുരയിടം ഇതൊക്കെ മംഗളകരമായിട്ട് വേണം ഉണ്ടാവാൻ. അതിനുവേണ്ടിയുള്ള മാനസിക, ശാരീരിക, പാരിസ്ഥിതിക ശുദ്ധീകരണ പ്രക്രിയയാണ് നമ്മുടെ എല്ലാം ആചാരാനുഷ്ഠാനങ്ങളും. ഇവയൊക്കെ പഴഞ്ചൻ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതിൻ്റെ ഒരു ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന കുടുംബത്തെ അശാന്തിയും മാനസിക സംഘർഷവും ഒക്കെ. അപ്പോൾ പൂജാമുറി ഉണ്ടാവണം. ഇന്നും പൂജാമുറിയിൽ പ്രാർത്ഥിക്കുക, നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഈശ്വര ആരാധന എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിന് അത് വളരെ അത്യന്താപേക്ഷികമായ ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ എൻ്റെ അറിവിലുള്ള ഈ ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഇത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാനിടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇനി ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ നന്ദി, നമസ്കാരം.